നമസ്കാരം. ഇന്നത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ഇനി വീട് വെക്കാൻ പോകുന്നവർക്കാണ്. സർ, അതായത് വീട് വെക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ വാസ്തു നോക്കേണ്ടതുണ്ടോ? അതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എല്ലാവരും വാസ്തു നോക്കി ആയിരിക്കില്ല വീട് വെക്കുന്നത്. ഉം. വാസ്തു നോക്കാതെ വീട് വെച്ചവർക്കെല്ലാം ദോഷഫലങ്ങൾ ഉണ്ടാവത്തതും ഇല്ല. ഉം. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിത് വാസ്തു കറക്റ്റായിട്ട് തന്നെ വീട് വെക്കും. ഉം. അപ്പൊ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർക്ക്, ഇതിനെപ്പറ്റി വിശ്വാസമുള്ളവർക്ക് വാസ്തു നോക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫെങ്ഷുയിലും. അപ്പോൾ ഫെങ്ഷുയും വാസ്തുവും നമുക്ക് രണ്ടും നോക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എപ്പോഴും വാസ്തു നോക്കി വീട് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വസ്തുവിന് തന്നെ സാറ് പറഞ്ഞ ഒരു മുറിയാണെങ്കിലും ഒരു വീടാണെങ്കിലും ഒക്കെ ഡിഗ്രി പോലെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിപ്പോ കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ ഡിഗ്രിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വരുന്നുണ്ട്? ഞാൻ ഒരു ഉദാഹരണത്തിലേക്ക് വരാം. ഇവിടത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴക്ക് ദർശനമായ രണ്ട് വീടുകൾ. ഈ കിഴക്ക് ദർശനമായ രണ്ട് വീടിനും ഒരേ ഫലം കിട്ടണമെന്നില്ല. ഉദാഹരണം ഞാൻ പറയാം. രണ്ടുപേര് ഒരേ സമയത്ത് ഒരേ പ്ലാനിലുള്ള വീട് വെക്കുകയാണ്. രണ്ടുപേരും കിഴക്ക് ദർശനത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരാളുടെ വീട് നിൽക്കുന്നത് 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ പ്ലാൻ എടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം ആ ഒരു കന്നിക്കുറ്റി അടിച്ച് കിഴക്കോട്ട് ചരട് പിടിച്ച് അതിൽ കോമ്പസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി 80 ആണ്. അപ്പൊ 80 ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നത്. തൊട്ടടുത്ത ആള് 85 ഡിഗ്രിയിൽ വീട് വെച്ചു. ഇതേ പ്ലാൻ, രണ്ടുപേരും കിഴക്ക് ദർശനം. 80 ഡിഗ്രിയും കിഴക്ക് ദർശനമാണ്, 85 ഡിഗ്രിയും കിഴക്ക് ദർശനമാണ്. രണ്ടുപേരും ഒരേ പ്ലാനിലാണ് വീട് വെക്കുന്നത്. പക്ഷെ 2 ഡിഗ്രിയാണ്. രണ്ടുപേർക്കും 2 ഡിഗ്രിയാണ്. ഡിഗ്രി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കോമ്പസിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്നേ ഉള്ളൂ. കോമ്പസിൽ കിട്ടുന്ന ആ ഡിഗ്രി തന്നെയാണ് ഈ ഡിഗ്രി എന്ന് പറയുന്നത്. ഒരാൾക്ക് 80 കിട്ടി, ഒരാൾക്ക് 85 കിട്ടി. ഈ രണ്ട് വീടിനും 2 ഫലമായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുങ്ഷുവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കാണ്. ഈ ഫ്ലൈയിങ് സ്റ്റാറിന്റെ കണക്ക് എടുക്കുമ്പോൾ ഓരോ ഡിഗ്രിക്കും ഈ ഫ്ലൈയിങ് സ്റ്റാറിന്റെ കണക്കിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് കിഴക്കെന്ന് പറയുമ്പോൾ കിഴക്ക് 45 ഡിഗ്രി ഉണ്ട്. ഫുങ്ഷുവലിനെ സംബന്ധിച്ചിടത്തോളം ഈ 45 ഡിഗ്രിയെ 3ആയി ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ 15 ഡിഗ്രിയെ ഈസ്റ്റ് 1 എന്നും, രണ്ടാമത്തെ 15 ഡിഗ്രിയെ ഈസ്റ്റ് 2 എന്നും, മൂന്നാമത്തെ 15 ഡിഗ്രിയെ ഈസ്റ്റ് 3 എന്നും പറയും. അപ്പം 3ആയോ കിഴക്ക്. അപ്പം ആദ്യം വെച്ച ആളിന്റെ കണക്കെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഡിഗ്രി നിൽക്കുന്നത് ഈസ്റ്റ് 1ലാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്ലൈയിങ് സ്റ്റാറിന്റെ കണക്കെടുക്കുന്നത്, ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ എവിടെ എങ്ങനെയൊക്കെ വരുമെന്നുള്ള കണക്കെടുക്കുന്നത്, അതാണ് ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ആ കണക്കെടുക്കുന്നത് ആദ്യത്തെ ആളിനെ ഈസ്റ്റ് 1ൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഈസ്റ്റ് 1ൽ എടുത്തിട്ട് അതിനെ ആ നമ്പറുകളെ ഇതിനകത്തോട്ട് സൂപ്പർഇമ്പോസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ആളിനാണെങ്കിലോ ഈസ്റ്റ് 2വിന്റെ കണക്കെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈസ്റ്റ് 1ന് ഇതിന്റെ ഫ്ലൈയിങ് സ്റ്റാറിന്റെ കണക്കിൽ വ്യത്യാസമുണ്ട്, ഈസ്റ്റ് 2വിലും ഫ്ലൈയിങ് സ്റ്റാറിന്റെ കണക്കിൽ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ആ 5 ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ രണ്ടുപേർക്കും വീടിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. അതിപ്പോ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഡിഗ്രി അറിയാൻ പറ്റും. വസ്തുവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടാണല്ലോ വീട് വെപ്പിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും, സാർ ഇത് എത്ര ഡിഗ്രിയിൽ എന്റെ വീട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ എഞ്ചിനീയേഴ്സും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം അവർക്ക് കോമ്പസ് എടുക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അതിലൊരു കന്നിക്കുറ്റി അടിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് പണി തുടങ്ങുന്നത്. അപ്പൊ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു കുറ്റി അടിച്ചിട്ട് അതിന്റെ സൗത്ത് ഈസ്റ്റിലേക്ക് അടുത്ത കുറ്റി അടിച്ചുകൊണ്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ലേ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഡിഗ്രിയിലാണ് ഏകദേശം ഈ വീട് നിൽക്കുന്നതെന്നുള്ള കണക്കെടുക്കാൻ പറ്റും. അപ്പൊ ആ കണക്കും കൂടെ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ വീട് വെക്കുന്നതെന്ന് പറയാം, എന്റെ വീടിന്റെ ഓരോ ദിക്കിലും ഇന്ന ഇന്ന നമ്പറുകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ടുപേർക്കും 2 ഫലങ്ങളുണ്ടാവും. വീട് വെക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പൊ ഫംഗ്ഷൻ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അതല്ലെങ്കിൽ വാസ്തു അനുസരിച്ചിട്ടല്ല ഇത് വന്നത് എങ്കിലും നമുക്ക് ഇനി ഇതിപ്പോ പൊളിച്ചു മാറ്റാതെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ പറ്റാറുണ്ടോ? അപ്പൊ ഫെങ്ഷുയി പ്രകാരം അതെങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ പറയാം. ഇപ്പം ഒരു വീട് വെച്ചു, നമ്മൾ അത് ഫ്ലൈയിങ് സ്റ്റാർ നോക്കി. ഫ്ലൈയിങ് സ്റ്റാർ നോക്കിയപ്പോൾ അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ അവർക്ക് ഗുണപ്രദമായ രീതിയിൽ അല്ല വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ അതില് നല്ല വാട്ടർ സ്റ്റാറും ഉണ്ട്, നല്ല മൗണ്ടൻ സ്റ്റാറും ഉണ്ട്. ഇപ്പൊ ഈ വാട്ടർ സ്റ്റാറിനെ ആ ഭാഗത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്ന രീതിയിൽ ഇതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അവിടെ എൻട്രൻസ് വന്നില്ല, അപ്പൊ അതിൽ പോലും അതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ ഇതിനെ ഫെങ്ഷുയി പ്രകാരം എൻഹാൻസ് ചെയ്തിട്ട് ആ റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിൽ സാധിക്കും. ഒരു മോശം സ്റ്റാറിലാണ് നമ്മുടെ ബെഡ്റൂം വന്നത്, നമ്മൾ ഓൾറെഡി വെച്ചുപോയപ്പോഴത്തേക്ക് അതിന് നമുക്ക് എലമെന്റ് ബേസ് ചെയ്തിട്ട് ഇത് ചെയ്തുകൊണ്ട് ആ ദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും.
ഈ നക്ഷത്രങ്ങളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീട് വെച്ചു, ആ വീട് വെച്ചപ്പോഴത്തേക്ക് എന്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം അവിടെ വന്ന് 2 നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇനി ഒരിക്കലും മാറൂല. മാറണമെങ്കിൽ ആ കെട്ടിടത്തിന്റെ 1/3 ഭാഗം പുതുക്കി പണിയണം. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. അത് മാറ്റിയാൽ മാത്രമേ അങ്ങനെ ഒരു മാറ്റം വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞത് ഫ്ലൈങ് സ്റ്റാറിന്റെ നമ്പർ മാറുന്ന കാര്യമാണ്. ഇപ്പൊ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈങ് എവർക്ക് ഇനി പുതുക്കാനോ ഒന്നും പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വിഷമിക്കണ്ട. ആ നമ്പറുകളെ ബേസ് ചെയ്തോട്ട് അതിനെ റെമഡി ചെയ്താൽ നമുക്ക് റിസൾട്ട് വരും. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഒരിക്കൽ വന്ന നമ്പർ ഒരിക്കലും നമുക്ക് മാറിപ്പോകില്ല. അത് ലൈഫ് ടൈം ഉണ്ടായിരിക്കും. അത് മാറണമെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. കെട്ടിടത്തിന്റെ 1/3 ഭാഗം പുതുക്കി പണിഞ്ഞാൽ പുതിയ ഫ്ലൈങ് സ്റ്റാർ ആവും. മാത്രമല്ല അതിന്റെ കണക്കുകളെല്ലാം മാറുകയും ചെയ്യും. അപ്പം റെമഡീസ് ആയിട്ട് നമ്മൾ നേരത്തെ ഒക്കെ പറയണ്ടല്ലോ, റെമഡീസ് ആയിട്ട് നമുക്ക് 2 രീതിയിലാണ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എലമെന്റ് ഉപയോഗിക്കും. ഒരു 5 എലമെന്റ്സിന്റെ തിയറി ഫംഗ്ഷനിലുണ്ട്. അത് എർത്ത്, മെറ്റല്, വാട്ടർ, വുഡ്, ഫയർ. ഇത് 5ഉമാണ് ഫംഗ്ഷനിൽ വരുന്ന എലമെന്റ്സ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികളാണ്. അപ്പൊ ഈ 5 എലമെന്റ്സ് ആണ് വരുന്നത്. ഈ 5 എലമെന്റ്സ് വരുമ്പോൾ ഏത് എലമെന്റ് ആണ് അവിടെ വന്ന് നിൽക്കുന്നത്, ആ എലമെന്റ് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഗുണമാണെങ്കിൽ അതിന്റെ കൂടുതൽ ഗുണം കിട്ടാനായിട്ട് നമുക്ക് ഏത് എലമെന്റ് വെച്ചു കൊടുക്കാം. അതല്ല ഒരു മോശം എലമെന്റ് ആണ് നിൽക്കുന്നത്, അത് മോശം സ്റ്റാർ ആണ് നിൽക്കുന്നത്, അത് നമുക്ക് കൂടുതൽ ദോഷങ്ങളാണ് തരുന്നത്. അതിനെ എങ്ങനെ കുറയ്ക്കാം? അല്ലാതെ നക്ഷത്രങ്ങളെ മാറ്റാൻ പറ്റില്ല. സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കുകയും ദോഷങ്ങളെ പരമാവധി കുറയ്ക്കുകയുമാണ് ഫെങ്ഷുയുടെ ഇത് എലമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്വീകരണ മുറിയിലേക്ക് വരുന്നു. സ്വീകരണ മുറിയിലേക്ക് വരുമ്പോൾ സിംബോളിക് ഫെങ്ഷുയുടെ ഭാഗമാണ് അതെന്ന് പറയുന്നത്. മറ്റത് ക്ലാസിക് ഫെങ്ഷുയാണ്. ക്ലാസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ക്ലാസിക് ഫംഗ്ഷയുടെ ഭാഗമാണത്. മറ്റേന്ന് പറഞ്ഞാൽ സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗമാണ്. സിംബോളിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡ് സിംബോളിക് ഫംഗ്ഷനാണ്. കാരണം അവർ ഇതുപോലെ കേട്ടിട്ട് അവർ ഒരു ചിത്രം വെക്കുക അല്ലെങ്കിൽ ഒരു രൂപം വെക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരും ഫംഗ്ഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ അത് കുറെ റിസൾട്ട് നമുക്ക് തരും. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള തിയറിയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് വളരെ വളരെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷനിക്ക് സാധിക്കും. ഇതെല്ലാം ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നതല്ല. അപ്പൊ ഇനി വീട് വെക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ബോക്സിൽ ഇടുക. തുടർന്നുള്ള എപ്പിസോഡിൽ അതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.